സമയത്തെ കണ്ണീര് എന്റെ ജീവിതത്തില് എനിക്ക് തീർത്താൻ തീരൂല എന്നുള്ളതാണ്. പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, ഒരു ന്യൂസ് റിപ്പോർട്ടിൽ എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ പോലീസിരിക്കുന്നത് കണ്ടപ്പോ എന്റെ മോളെന്റെ കൂടി പറഞ്ഞതാണ്, നമുക്ക് ഫ്ലാറ്റിന് താഴേക്ക് ചാടി മരിച്ചാലോ. കുറെ പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെ കാര്യങ്ങളും ഒരുപോലെ ഹെൽപ്പ് എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റില്ല. ലിമിറ്റേഷൻ ഉണ്ട്. മനുഷ്യനാണ്. ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് കരയാണ്, എങ്ങനെയെങ്കിലും ജീവിതം രക്ഷപ്പെടണം എന്നാലേക്കും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, എന്നെ കൊണ്ടാകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളൂ. എന്റെ ഹസ്ബൻഡിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ള, ഇപ്പോഴും ചാനലുകാർ വിളിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കുറേയൊക്കെ സഹകരിക്കുന്നു, കുറെ ഞാൻ സഹകരിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലുകാരുടെ മുമ്പിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ന്യായമോ നീതിയോ കിട്ടാൻ പോകുന്നുണ്ടോ? ഇല്ല. നമുക്ക് കോടതിയുടെ മുമ്പിൽ തെളിവുകൾ ആവശ്യമുള്ളൂ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എന്ന് മുതലാണോ ഇതിനകത്ത് ഇരയായത്, ആ ഒരു സമയം തൊട്ട് എനിക്ക് എന്താണ് പറയുക, ഇത് എങ്ങനെയെങ്കിലും, കാരണം ഒരു വീഡിയോയ്ക്കകത്ത് പോലും വരാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇതെന്തായാലും ചാനൽ വഴി തന്നെ, കാരണം ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കാണും, അറസ്റ്റ് ചെയ്തു. പിന്നീടുള്ള വാർത്തകൾ ചിലപ്പോൾ അധികം ആരും കണ്ടില്ല എന്ന് വരും. ആര്യ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഒരു സ്റ്റഡി എക്സ്പോയില് സ്വീഡനിലേക്കുള്ള വിസ ചോദിച്ചിട്ട് പോകും. ഇന്നലെ വരെ ഞാൻ ചാനലിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇരകളാക്കപ്പെട്ടവരുടെ കൂടെ ഞാൻ ഉണ്ടാവും, പക്ഷേങ്കിൽ ചതിച്ചവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല. ആര്യന്റെ ഇതിനകത്ത് വാട്സപ്പ് വഴി എനിക്ക് അയച്ച മെസ്സേജാണ്, റീഫണ്ട് ചെയ്യാതെ എനിക്ക് ജോബ് വിസ ചെയ്തു തരൂ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും പോവാം UK, കാരണം വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, മുമ്പ് ഒരു ഏജൻസിക്ക് കൊടുത്തു അതും ശരിയായില്ല, വീട്ടിലെല്ലാവരും വേണ്ട ഇനി പോകണ്ട എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് അയച്ച് കുറേ ഇമോഷണലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തതാണ്. ഈ ജർമ്മനിയിലായിരിക്കുന്ന സമയത്താണ് ഇവർക്ക് വിസ ഡിസിഷൻ വന്നത്. വിസ ഡിസിഷൻ വന്നപ്പോൾ തന്നെ ഇവർ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ വന്ന് ചേച്ചി ബാനാണ് വന്നത്, ചേച്ചി ഇത് നോക്കിയിട്ടൊന്ന് പറഞ്ഞിരുന്നു വെച്ചപ്പം ഡോക്യുമെന്റ് ഫോർജറി, അതായത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് ഫേക്ക് ആയതുകൊണ്ട് 10 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, UK എൻട്രി റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഫേക്ക് ആയിട്ടുള്ളത്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇത് അത് പ്രകാരം ആര്യ ഡിസിഷൻ വന്ന ദിവസം എന്നെ വിളിച്ച്, ഞാൻ ജർമ്മനിയിലായിരിക്കുമ്പോൾ വിളിച്ച് വോയിസ് അയച്ച് കരഞ്ഞതാണ്. ശരിക്കും ഈ പരാതിക്കാരിയുടെ കയ്യിൽ നിന്ന് ചേച്ചി എത്ര രൂപ മേടിച്ചിട്ടുണ്ട്? മേടിക്കുക എന്ന് പറയുന്നതും ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. മേടിക്കുന്നത് ഞാൻ എൻ്റെ ഒരു പ്രോഫിറ്റ് പോലെ വാങ്ങിയെടുത്തതായിരിക്കണം. പക്ഷേ ഈ IHS എന്ന് പറയുന്നത് എന്താണ്, ഒരാളെ ഹെൽപ്പ് ചെയ്തതാണ്. റീഫണ്ട് വന്നപ്പോൾ അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ട് കൊടുത്തതാണ്. അതൊരു ലാഭേച്ഛ ഇല്ലാതെ ചെയ്ത പ്രവൃത്തിയാണ്. ശരിക്കും ഒരാളെ സഹായിച്ചതിന്റെ പേരിലാണ് ഇത്രയും ഒരു കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ഷേത്ര കുറ്റം വരുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. മനുഷ്യർ സ്വാർത്ഥരാണ്. അവർക്ക് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കരഞ്ഞു പോയി കഴിഞ്ഞ് ഇനി അല്ല അവർക്ക് കാര്യങ്ങൾ നടക്കാതെ വരുമ്പം അവർ ശരിക്കും ഏത് രീതിയിലാണ് വരിക എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റീസെൻ്റ്ലിയാണ് മനസ്സിലായത്. ഏജന്റുമാരുടെ ലൈംഗിക ആവശ്യത്തിന് വഴങ്ങാൻ ആവശ്യപ്പെട്ടു. ഓരോരുത്തരും മുമ്പിൽ എന്താണ്, എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള ആവശ്യമായിട്ട് വരുന്നവർ. ആളുകൾക്ക് വിദേശത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഓക്കെ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നവരാണ്. അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പ് അവിടെ ചെയ്ത് കഴിഞ്ഞ ശേഷം അവരവിടെ സാറ്റിസ്ഫൈഡ് അല്ല, അവർക്ക് അവിടെ പറഞ്ഞ രീതിയിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇറിറ്റേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ വലിയൊരു കോൺസെപ്റ്റ്. എല്ലാവരും ഈ 6 പേർ ഈ പറഞ്ഞ വ്യക്തികൾ തന്നെയാണ് എൻ്റെ ഫാമിലി ഫ്രണ്ട് ബിൻ ജോർജിന്റെ ഫാദറുമായിട്ട് ഒറ്റ ചേർന്ന് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്തത്. ഹലോ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഫോൺ കട്ട് ചെയ്യണ്ട. ഇതെല്ലാം കൂടെ കമ്പ്യൂട്ടർ ഓഫീസിൽ നോക്കിയോ. അങ്ങനെ നമ്മള് ബിബിൻ ജോർജിന്റെ ആദ്യം ഞങ്ങൾ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിനെ വിളിച്ചു. കാരണം ഈ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഒക്കെ കൽപ്പറ്റ പ്രദേശത്തുള്ളതായതുകൊണ്ട് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണോ, ഞാൻ വയനാട് സ്വദേശിനിയാണ്. ഒരാളെ വിളിക്കുമ്പോൾ അവർ പറയും ഇത് ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഒരാളെ വിളിക്കുമ്പോൾ അവർ പറയും ഇഞ്ചി കൃഷിയുടെ വളത്തിന്റെ കുറെ കർണാടക അക്കൗണ്ടിലേക്കൊക്കെ ഇതുണ്ടായിട്ടുണ്ടായിരുന്നു, അക്കൗണ്ടിലേക്കൊക്കെ പൈസ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് മൊത്തത്തിൽ എന്തായി നമുക്ക് പേടിയായി. അങ്ങനെ ഞങ്ങൾ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ വീടുകൾ അന്വേഷിച്ച് പോയി തുടങ്ങി. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നതാണ് ഈ അലക്സ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ കുട്ടീൻ്റെ വീട്ടിലേക്ക്. ചെറിയ പയ്യനാണ്. അവിടെ എത്തിയപ്പം അവൻ പറഞ്ഞു ഒരു ലേഡി വന്ന് പൈസ വാങ്ങിക്കൊണ്ടുവന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെയാണ് ലക്ഷ്യമായിരുന്നത്. ആരാ ലേഡി എന്ന് മനസ്സിലാച്ചപ്പോൾ ഹെൽമെറ്റ് വെച്ചിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിബിൻ ജോർജിന്റെ അച്ഛനും അമ്മയും കടന്നു വരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബിബിൻ ജോർജിന്റെ
അച്ഛൻ്റെ അനിയൻ്റെ മകനാണ്, അവരുടെ കുടുംബത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ പയ്യൻ്റെ അക്കൗണ്ടിൽ ഇവർ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട് രണ്ട് കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ നിന്നായിട്ട്. ഇവർ വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഞാനിത് ഫേസ് ചെയ്യുന്നവർ വിചാരിച്ചിട്ടില്ല. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഫുഡ് ബ്ലോഗറും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായ നമ്മുടെ അന്ന ചേച്ചിയാണ്. താങ്ക് യു. കറൻ്റ്ലി ഒരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്, റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിസ തട്ടിപ്പിൽ അന്ന അറസ്റ്റിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും അതിൽ എന്താണ് സത്യാവസ്ഥ ഉള്ളത്? ഞാൻ സാധാരണ എന്നെ കുറേ ചാനലുകാർ ഇൻ്റർവ്യൂവിനൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് വന്നപ്പോൾ എൻ്റെ മുഖം സത്യത്തിൽ കുനിഞ്ഞു പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 4 വർഷത്തോളമായി. സ്റ്റുഡൻറ്റ് വിസ സ്റ്റഡി അബ്രോഡ് രംഗത്തേക്ക് വന്നിട്ട് 4 വർഷമായി. അതിനിടയ്ക്ക് പല മുഖങ്ങളും എൻ്റെ മുമ്പിൽ വരാറുണ്ട്. ചേച്ചി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പോകണം, ചേച്ചി ഞങ്ങളെ സഹായിക്കും, ചേച്ചി അങ്ങനെ സഹായിക്കും, ഞങ്ങൾക്ക് എങ്ങനെയും പോകണം. അപ്പം എൻ്റെ മുമ്പിൽ വന്നിരുന്ന് കരയുമ്പോൾ ഞാൻ ചിന്തിക്കുക എന്താണെന്നറിയോ, അവർക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഞാനത് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്കിപ്പോൾ വന്നിട്ടുള്ള ആ ഒരു എൻ്റെ പ്രതിച്ഛായ മാറിയില്ല. അപ്പം എനിക്ക് തോന്നി ഞാൻ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ശരിക്കും ഒരു സ്വാർത്ഥയാവണമായിരുന്നു. അങ്ങനെ ആവാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ശരിക്കും ഒരാളെ സഹായിച്ചതിന്റെ പേരിലാണ് ഇത്രയും ഒരു കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ഷേത്ര കുറ്റം വരുന്നതെന്നാണ് ചേച്ചി പറയുന്നത്. മനുഷ്യർ സ്വാർത്ഥരാണ്. അവർക്ക് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കരഞ്ഞു പോയി കഴിഞ്ഞ് ഇനി അല്ല അവർക്ക് കാര്യങ്ങൾ നടക്കാതെ വരുമ്പം അവർ ശരിക്കും ഏത് രീതിയിലാണ് വരിക എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റീസെൻ്റ്ലിയാണ് മനസ്സിലായത്. നമ്മൾ കുറേ കാര്യങ്ങൾ എന്താ പറയുക ആളുകൾക്ക് ചെയ്തു കൊടുക്കണം, എന്നെക്കൊണ്ടാവുന്നത് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഈ ഒരു ഇതിൽ മാത്രമൊന്നുമല്ല, ഇതിനു മുമ്പാണെങ്കിലും കുറേ കാര്യങ്ങൾ സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ നിലയ്ക്ക് ആക്ച്വലി ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ വന്ന ശേഷം കുറേ പേര് എന്നെ കൊള്ളാം വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റഡി അബ്രോഡിൽ വന്നപ്പോൾ ഞാൻ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തത് ആ കമ്പനിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും സ്റ്റഡി അബ്രോഡ് എൻ്റെ സ്റ്റുഡൻസുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലുള്ള ഒരു റിസ്ക് കുറവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് ഫീസ് അടയ്ക്കുന്നു, യൂണിവേഴ്സിറ്റി നമുക്ക് കമ്മീഷൻ തരുന്നു, സ്റ്റുഡൻസ് ഹാപ്പിയാണ്, നമ്മൾ ഫ്രീ പ്രോസസ്സിംഗ് ആണ്, ആപ്ലിക്കേഷൻ ആണെങ്കിലും ബാക്കിയെല്ലാം ഇൻ്റർവ്യൂ ട്രെയിനിങ് ഒക്കെ. പക്ഷേ ഇതിൽ എനിക്ക് വന്ന ചതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആര്യ എന്ന് പറഞ്ഞതും അവരുടെ ഒരു റിലേറ്റീവും കൂടെ എന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ എക്സ്പോയിലാണ് ആദ്യമായിട്ട് ഇവർ വരുന്നത്. ആദ്യം ഇവർ എന്നെ വാട്സപ്പിലൊക്കെ കുറേ കണക്ട് ചെയ്തു, എങ്ങനെയെങ്കിലും നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. ഇവർ തിരുവനന്തപുരം കൊല്ലം സ്വദേശികളാണ്. ഇവർ നേരിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് ഞാൻ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു എഡ്യൂക്കേഷൻ എക്സ്പോയിലായിരുന്നു കാലിക്കറ്റ് വെച്ചിട്ട്. അങ്ങനെ ഇവർ കാലിക്കറ്റ് വെച്ച് ഒരാളുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ഇവർ എൻ്റെ അടുത്ത് വന്നു, ഇവരുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നോക്കാം, എന്നെ കൊണ്ടാകുന്നത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഈ സമയത്തും ഞാൻ എന്താ പറയുക, എനിക്ക് കുറച്ച് നമ്മുടെ ഒരു എന്താ പറയുക ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അത് എൻ്റെ ഫാമിലി ഫ്രണ്ട് അവരുടെ വൈഫും കൂടെ വയനാട് സ്വദേശികളാണ്. അവർക്ക് ഇരഞ്ഞിപ്പാലത്ത് ഇലവൻ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, അതിൻ്റെ നടത്തിപ്പുകാരാണ്. അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ചേച്ചി ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ കാലിക്കറ്റ് ഹഗ്ഗേമഗിൽ മീറ്റ് ചെയ്തു. ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. മീറ്റ് ചെയ്ത സമയത്ത് അന്ന് തന്നെ അവരവരുടെ ഓഫീസിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും ഞങ്ങൾക്ക് കുറച്ച് വീഡിയോ ചെയ്തു തരുമെന്ന് വെച്ചു. ആ വീഡിയോ 4 വീഡിയോ ആണ് ഞാൻ ഈ ഏജൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ചെയ്തു കൊടുത്തത്. ആ 4 വീഡിയോയും ഞാൻ ഈ ഒരു എന്താ പറയുക തട്ടിപ്പ് മണത്ത സമയം തൊട്ട് തന്നെ ഞാൻ ആക്റ്റീവിലിട്ടതാണ് ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വേണം എന്നുള്ളത് കൊണ്ട് വെച്ചിരിക്കുക 4 വീഡിയോസാണ് ഞാൻ ഇവർക്ക് ചെയ്തു കൊടുത്തത്. ഈ ഉള്ള വീഡിയോസ് എല്ലാം തന്നെ സ്റ്റഡി അബ്രോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പൊ ഈ പരാതിക്കാരി എന്ന് പറയുന്നത് ഇതുപോലൊരു വീഡിയോ കണ്ടിട്ടായിരിക്കും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവുക. ഇവർ വരുന്നത് എന്നെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ എക്സ്പോയിൽ വെച്ചാണ്, കാലിക്കറ്റ് വെച്ച് തന്നെ നടത്തിയവർ തിരുവനന്തപുരത്ത് നിന്ന്. ഇവർ സഹോദരിമാരാണ് വന്നത്, ഒരു സോഫി രാജ്, ഒരു ആര്യ. ഹസ്ബൻഡിനെയും കൂട്ടി വന്നു, എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. പക്ഷെ അവർക്ക് വേണ്ടുന്ന ഓപ്ഷൻ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ ചെയ്ത് കൊടുക്കുന്ന ഇലവൻ ഇമിഗ്രേഷൻ്റെ കയ്യിൽ അവർക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോഴും ഇവർ ഇലവൻ ഇമിഗ്രേഷൻകാർ എപ്പോഴും പറയുമായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയ്ക്ക് മുമ്പിലൊന്നും വന്ന് പറയാൻ അറിയില്ല, ചേച്ചി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു എന്ത് ചെയ്തത് അവരെന്നെ സമീപിച്ചിരുന്നത്. പക്ഷെ എനിക്ക് അതിന് സമയക്കുറവ് കൊണ്ട് തന്നെ അവരുടെ ഓഫീസിൽ എന്താ പറയുക അവരുടെ സ്റ്റാഫിനെ വെച്ചായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ അവർ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന, കാൻഡിഡേറ്റിന് വേണ്ടുന്ന ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം. പക്ഷെ ഇവരൊന്ന് ഏത് രീതിയിൽ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ഇത് ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു ഇവർക്ക് വർക്ക് വിസ ഇത് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ ഇവർക്ക് എൻ്റെ അറിവിൽ ഇവർക്ക് ഉണ്ട്, പക്ഷെ അത് വേറൊരു ഇതുമായിട്ട് ചേർന്നിട്ട് ഏജൻസിയുടെ അണ്ടറിൽ ഇവർ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഇവർ വഴി കുറച്ച് പേര് യു കെയിലേക്ക് പോയി, അതെൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആയിരുന്നു. 7-8ഓളം പേര് പോയി. പക്ഷെ ഇവർ യു കെയിൽ എത്തിയ ശേഷം എന്നോട് പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞ ജോലിയൊന്നുമല്ല, ജോലി ഇല്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പേടിയായി, ഞാൻ പാനിക്കായ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ റൂൾസ് ചേഞ്ച് വരുന്നൊരു സമയമാണ്. ഡിപ്പെൻഡൻസിന് യു കെയിലേക്ക് ഇനി പോകാൻ പറ്റില്ല, കെയറായി പോകുന്നവർക്കൊന്നും വന്നൊരു സമയത്താണ്. ആ സമയമായപ്പോഴേക്കും ഇവർ മാക്സിമം ആളുകളടുത്ത് എന്ത് ചെയ്തിരുന്നു
പെട്ടെന്ന് ഈ മാർച്ച് 11 മുമ്പ് കയറി പോകണം എന്നുള്ളതിൽ എല്ലാവരും എന്ത് ചെയ്തു, വലിയ വലിയ രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതായത് ഒരു 3.25 കോടിയോളം രൂപ. അതിൽ മേജർ പാർട്ടും ഈ 11 ഇമിഗ്രേഷൻ നടത്തിപ്പുകാരുടെ അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ, ബന്ധുക്കളുടെ ഒക്കെ അക്കൗണ്ടുകളിലേക്കാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ എമൗണ്ട് ഇവർക്ക് UK പോയവർക്ക് ജോലിയില്ല എന്നറിഞ്ഞ നിമിഷം തൊട്ട് ഞാൻ ഇവരോട് പറഞ്ഞു, താല്പര്യമില്ല, ഫണ്ട് തിരിച്ചു കൊടുത്തോളൂ കാൻഡിഡേറ്റിൽ നിന്ന്. അത് പ്രകാരം തന്നെ ഞാൻ കാൻഡിഡേറ്റ്സിനെ വിളിച്ച് ഇൻഫോം ചെയ്തതാണ്, നമുക്ക് വേണ്ട, പോയവർക്ക് വർക്കില്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നമുക്കിത് വേണ്ട, റീഫണ്ട് വാങ്ങാമെന്ന് ഞാൻ അങ്ങോട്ടേക്ക് കാൻഡിഡേറ്റ്സിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ശരിക്കും എത്ര പേര് ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അബ്രോഡ് പോവാൻ വേണ്ടിയിട്ട്? ഞാൻ സ്റ്റുഡന്റ് വിസയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 600-700 പേരോളം കുട്ടികൾ എൻ്റെതുണ്ട്. അവരുടെ ഡിപ്പെൻഡൻസ് ഉണ്ട്. ആ സമയത്ത് ഡിപ്പെൻഡൻസ് അലൗഡ് ആയിരുന്നു. അവരൊക്കെ വളരെ ഹാപ്പിയാണ്. കാരണം സ്റ്റുഡന്റ് വിസയും വർക്ക് വിസയും നമ്മളൊരു വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് നേരിട്ട് യൂണിവേഴ്സിറ്റിക്കാണ് ഫീസ് അടയ്ക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ കൈകളിലൂടെ അല്ല പോകുന്നത്. യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് കമ്മീഷൻ തരുന്നത്. അതൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ വർക്ക് വിസ എന്ന് പറയുന്നത് ഏജന്റുമാർ വാങ്ങുന്ന കമ്മീഷനാണ്. ആക്ച്വലി വർക്ക് വിസയ്ക്ക് ഇത്ര പൈസ ഇല്ല എന്നിരിക്കും ഏജന്റുമാർ അതിന്റെ ഇടയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർ വാങ്ങുന്നതാണ്. ഇതിൽ പോയി രക്ഷപ്പെട്ടവരെന്തായിരിക്കും? ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ പോയിട്ട് അവരുടെ കാര്യം നടക്കാതെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ഇറിറ്റേറ്റഡ് ആവും. കാരണം അവരുടെ കുടുംബം വിട്ടു പോകുന്നതാണ്. അതെല്ലാം എനിക്ക് മനസ്സിലാകും. അപ്പം ഞാൻ പറഞ്ഞതാണ് റീഫണ്ട് തന്നോളൂ എന്ന് പറഞ്ഞപ്പം ഈ പരാതിക്കാരിയായ ആര്യ എനിക്ക് അയച്ച മെസ്സേജാണ്, റീഫണ്ട് ചെയ്യാതെ എനിക്ക് ജോബ് വിസ ചെയ്തു തരൂ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും പോവാം UK, കാരണം വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, മുമ്പ് ഒരു ഏജൻസിക്ക് കൊടുത്തു, അതും ശരിയായില്ല, വീട്ടിലെല്ലാവരും വേണ്ട, ഇനി പോകണ്ട എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് അയച്ച് കുറേ ഇമോഷണലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തതാണ്. ഓക്കെ, ഇതാ ആര്യൻ്റെ ഇതിനകത്ത് നിന്ന് വാട്സപ്പ് വഴി എനിക്ക് അയച്ച മെസ്സേജാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കാൻഡിഡേറ്റിനോട് പറഞ്ഞു നമുക്ക് ഈ 11 ഇമിഗ്രേഷനെ, കാരണം പലരും ദൂരെ നിന്നിട്ട് ഓൺലൈൻ വഴിയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്, കണ്ടിട്ടില്ല ആരും. ഞാൻ പറഞ്ഞു നിങ്ങൾ വരൂ, നമുക്ക് അവനോട് പറഞ്ഞിട്ട് പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പൈസ എടുത്ത് റീഫണ്ട് വാങ്ങാൻ തീരുമാനിച്ചിരുന്നത്. ചിലവർ പോകുന്നില്ല, ചിലവർ വേറെ ഏജൻസി വഴി, ചിലവർ റൂൾസ് ചേഞ്ച് ആവുന്നുണ്ട്, പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ തമ്മിൽ എന്ത് ചെയ്തു, ഒരു ധാരണയിൽ എത്രയും കാൻഡിഡേറ്റുമായിട്ട് അത് പ്രകാരം ഇവിടെ കാലിക്കറ്റ് ഒരു സ്ഥലത്ത് വെച്ച് തന്നെ, ബിസിനസ് ബേസിൽ വെച്ച് തന്നെ ഈ 11 ഇമിഗ്രേഷൻ നടത്തിപ്പുകാരെ ഭാര്യയും ഭർത്താവും അവരുടെ ഒരു ഹൈക്കോർട്ട് വക്കീലും അതുപോലെ തന്നെ അവരുടെ കുറച്ച് പാർട്ടിക്കാരും എല്ലാവരും വെച്ച് അവിടെ നമ്മുടെ കാൻഡിഡേറ്റിനെ വിളിച്ച് വെച്ച് നമ്മളൊരു മീഡിയേഷൻ സംസാരിച്ചു. മീഡിയേഷൻ എന്നല്ല, പോകുന്നില്ല, കാരണം പിന്നെ ഇയാൾ ഫോൺ എടുക്കുന്നില്ല ഞാൻ വിളിച്ചിട്ട്. അതുവരെ ഏത് പാതിരാത്രിക്ക് ഫോൺ എടുത്തിരുന്ന ഇവര് പിന്നെ വിളിക്കുമ്പോൾ ചേച്ചി 12 മണിക്ക് ശേഷം വിളിക്കും, ഞങ്ങൾ ഉറങ്ങുക, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്കും മനസ്സിന് എന്തോ ഒരു ഭയം ഇതായി. പിന്നെ അതുപോലെ തന്നെ ഇവര് ഫുൾ ടൈം എൻ്റെ അടുത്തേക്ക് വരിക, എന്നിട്ട് നമുക്ക് ഇവർ ഫണ്ടിന്റെ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല, എന്താ ഏതാന്ന് സംസാരിക്കുന്നില്ല. പകരം ഇവർ പിന്നെയും കാൻഡിഡേറ്റ്സ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടുക ചെയ്തത്. പക്ഷെ ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തിട്ടില്ല അതിന് ശേഷം. എന്നിട്ട് ഇവര് പോയ ആളുകൾക്ക് ജോലി ഇല്ലാതാകുമ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചിട്ട് അവിടെ ഉണ്ട് ആളുകൾ വെറുതെ പറയുന്നതാണ്, അതുകൊണ്ട് ആയിട്ടില്ല, എംപ്ലോയർ വരട്ടെ, കാൻഡിഡേറ്റ് അവിടെ പോയിട്ട് കുറേ ട്രെയിനിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ലാഗാക്കി കൊണ്ടുപോയി മാക്സിമം ആളുകളുടെ കയ്യിൽ നിന്ന് എന്താണ്, പോകാനിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിൽ ഭൂരിഭാഗം ആളുകളും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും ആയതുകൊണ്ട് അവരെന്നോട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അന്നിങ്ങനെ പിന്നെ മീഡിയേറ്റേഴ്സ് ഒക്കെ ചേർന്ന് സംസാരിച്ച സമയത്ത് ആര്യയ്ക്ക് വരാൻ പറ്റിയില്ല. ആര്യൻ്റെ സഹോദരി വന്നിവിടെ അവർ വന്ന് അവരുടെ പാർട്ടിക്കാരെയൊക്കെ ഉൾപ്പെടുത്തി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പോയതാണ്. പോയി കഴിഞ്ഞിട്ടും പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യുന്നില്ല, ഇവർ എമൗണ്ട് അങ്ങ് റിലീസാക്കുന്നില്ല. ചെറിയ എമൗണ്ട് റിലീസാക്കി തുടങ്ങിയപ്പോൾ കാൻഡിഡേറ്റ് ഇറിറ്റേറ്റഡ് ആയി. ഞാൻ ഇവരെ വിളിക്കുമ്പോൾ ഇവർ ഫോൺ എടുക്കില്ല, ഇനി അന്നയുമായിട്ട് ബന്ധമല്ല കാൻഡിഡേറ്റുമായിട്ടാണ് ബന്ധം, ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ എടുക്കാതായപ്പോൾ ഞാൻ പറഞ്ഞു, കാൻഡിഡേറ്റിനോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരൂ. പിന്നെ ഈ ആര്യ പറയുന്നുണ്ട് ഇവരുമായിട്ട് ബന്ധമല്ല എന്ന്. ആര്യ ഇവരുമായി സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. അതായത് ഈ ബിബിൻ ജോർജിന്റെ ഫാദറുമായിട്ട് ഒറ്റ ചേർന്ന് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്തത്. ഹലോ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിങ്ങൾ ഫോൺ കട്ട് ചെയ്യണ്ട. ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് നോക്കിയിട്ടല്ലേ നോക്കിയോ ഇതുപോലുള്ള ഇതാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതെ, അപ്പോ ഇങ്ങനെയൊക്കെ ആയ സമയത്താണ് ഞാൻ കാൻഡിഡേറ്റിനെ വിളിച്ച് എന്ത് ചെയ്യുന്നത്, എൻ്റെ വയനാട്ടിലേക്ക് വരൂ, എൻ്റെ വീട്ടിലേക്ക് വരൂ, എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കാം. ബിബിൻ വയനാട് സ്വദേശിയാണ്, നമുക്ക് അവരുടെ വീട്ടിൽ പോയി സംസാരിക്കാം, പാരൻസിനോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ കാൻഡിഡേറ്റ്സിൽ കുറച്ച് പേര് എൻ്റെ വീട്ടിലേക്ക് വന്നു. ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തത് പ്രകാരം കാൻഡിഡേറ്റ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, 2-3 ദിവസം നമ്മുടെ ആളുകളുമായിട്ട്, നമുക്കും കുറച്ച് ആളുകളുണ്ട്, അവരുമായിട്ട് സംസാരിച്ചു. കാരണം അവർ മെയിനായിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ബിബിൻ ജോർജിന്റെ ആദ്യം ഞങ്ങൾ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിനെ വിളിച്ചു. കാരണം ഈ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഒക്കെ കൽപ്പറ്റ പ്രദേശത്തുള്ളതായതുകൊണ്ട് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണോ, ഞാനും വയനാട് സ്വദേശിനിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായ സമയത്ത് നമ്മൾ എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിനെയും വിളിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. എന്ത്, ബിബിൻ ജോർജ് ആണ് ഈ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ബിബിൻ ജോർജ് വാങ്ങുന്നു,
ബിബിൻ ജോർജ് അവരുടെ അക്കൗണ്ടിൽ നിന്ന് തിരിച്ചു വാങ്ങി പോകുന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ വിളിച്ചപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതുവരെ ഞാൻ ഒരു പകുതി വരെ ആരെ വിശ്വസിച്ചിരുന്നു, ഇവരുടെ പൈസ ഇവരെ വേറെ ആരെങ്കിലും പറ്റിച്ചതാന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ആ സമയത്താണ് മനസ്സിലായത് എന്താണ്, ഇവർ പല കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് പൈസ. ഒരാളെ വിളിക്കുമ്പോൾ അവർ പറയും ഇത് ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഒരാളെ വിളിക്കുമ്പോൾ പറയും അവർ പറയും ഇഞ്ചി കൃഷിയുടെ വളത്തിന്റെ കുറെ കർണാടക അക്കൗണ്ടിലേക്കൊക്കെ ഇതുണ്ടായിട്ടുണ്ടായിരുന്നു, അക്കൗണ്ടിലേക്കൊക്കെ പൈസ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് മൊത്തത്തിൽ എന്തായി, നമുക്ക് പേടിയായി. അങ്ങനെ ഞങ്ങൾ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ വീടുകൾ അന്വേഷിച്ച് പോയി തുടങ്ങി. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നതാണ് ഈ അലക്സ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ കുട്ടീന്റെ വീട്ടിലേക്ക്. ചെറിയ പയ്യനാണ്. അവിടെ എത്തിയപ്പം അവൻ പറഞ്ഞു ഒരു ലേഡി വന്ന് പൈസ വാങ്ങിക്കൊണ്ടുവന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെയാണ് ലക്ഷ്യമായിരുന്നത്. ആരാ ലേഡി എന്ന് മനസ്സിലാച്ചപ്പോൾ ഹെൽമെറ്റ് വെച്ചിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിബിൻ ജോർജിന്റെ അച്ഛനും അമ്മയും കടന്നു വരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബിബിൻ ജോർജിന്റെ അച്ഛന്റെ അനിയന്റെ മകനാണ്, അവരുടെ കുടുംബത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ പയ്യന്റെ അക്കൗണ്ടിൽ ഇവർ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട്, രണ്ട് കാൻഡിഡേറ്റിന്റെ കയ്യിൽ നിന്നായിട്ട്. ബാക്കി ബിബിൻ ജോർജിന്റെ അമ്മേന്റെ അക്കൗണ്ടിൽ ഇത്ര 40-50 ലക്ഷം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛന്റെ അക്കൗണ്ടിൽ പൈസ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെ ഒക്കെ അക്കൗണ്ടിൽ തന്നെയാണ് ബിബിൻ ആദ്യ സമയത്ത് പൈസ കളക്ട് ചെയ്തിരുന്നത്. പിന്നെയാണ് കയ്യിൽ വാങ്ങാൻ തുടങ്ങിയത്. ആദ്യ സമയം എന്ന് പറയുമ്പോൾ എത്ര കാലം ഈ റൂൾസ് ചേഞ്ച് ആകുന്നതിന് മുമ്പ്? ശരിക്കും ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? ഒരു 1.5 വർഷമായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇവർക്ക് വീഡിയോ ചെയ്ത് കൊടുത്തിട്ട് ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും. ചേച്ചിക്ക് ഇപ്പൊ ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പം എന്തുകൊണ്ടാണ് അത് പിന്നെ പുള്ളിയോട് ചോദിക്കാറ്? കാരണം ഈ ബിബിൻ എന്ന് പറയുന്ന ആളോട് എന്തുകൊണ്ട് ചോദിച്ചു ഞാൻ നമ്മുടെ ആളുകളുടെ പൈസ അവരുടെ കൈ കിടക്കുകയാണ്. ഒറ്റയ്ക്ക് നമ്മൾ പിണങ്ങിപ്പോയാൽ അവർക്ക് അത് കൂടുതൽ സൗകര്യമാവും. പകരം എന്താണ്, ആളുകളുടെ ഓരോ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറേശ്ശെ പൈസ ഞാൻ അവർ പോകുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് റീഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ കാൻഡിഡേറ്റിനെ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് ഞാൻ സ്പോൺസർഷിപ്പ് എടുത്തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കരുത്, പോയവർക്കൊക്കെ ഇങ്ങനെ ഇഷ്യൂ ആണ്, എടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവർക്ക് ഞാൻ കാൻഡിഡേറ്റിനോട് പറയുന്ന പല കാര്യങ്ങളും കാൻഡിഡേറ്റ് ഇവനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇവൻ എന്നോട് എന്തായി, ഇപ്പൊ നേരത്തെ പറഞ്ഞ പരാതിക്കാരി എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടിയിലേക്ക് എത്തിയ സമയത്ത് ചേച്ചിക്ക് പറയാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇതൊരു എന്താണ് സ്കാമാണ് എന്നുള്ള കാര്യം പറയാൻ തോന്നി? പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ റീഫണ്ട് വാങ്ങാൻ വേണ്ടി വരാൻ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ അവർ ആവശ്യപ്പെട്ടത്. റീഫണ്ട് തരല ചേച്ചി, വേറെ ഏജൻസി വഴി പോകണമെന്നാണല്ലോ അവർ പിന്നീട് എന്നോട് ആവശ്യപ്പെട്ടത്. പക്ഷെ പരാതിയിൽ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചേച്ചി ഫണ്ട് തരാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അത് എവിഡൻസ് സഹിതം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതിലേക്ക് എത്തുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻസ് ബിബിൻ ജോർജിന്റെ? അവർ പറയുന്നത് അവരുടെ ഫണ്ട് സ്റ്റക്ക് ആയി പോയതാണ് എവിടെയോ. അപ്പൊ അവർക്ക് 2 മാസം സമയം വേണം. ആ 2 മാസം സമയം ഞാനും കാൻഡിഡേറ്റ്സും ചേർന്ന് നമ്മൾ കൊടുത്തതാണ്. ഈ 2 മാസം കഴിഞ്ഞപ്പോഴും പുതിയ സ്റ്റോറി കൊണ്ടുവരാൻ തുടങ്ങി. പേഴ്സണലായിട്ട് ഓരോരുത്തരുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഒരു ബ്ലാക്ക് മെയിലിംഗ് രീതിയിൽ നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കരുത്, ഞാൻ നിങ്ങൾക്ക് തരും, അങ്ങനെ പിന്നെ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് വീണ്ടും ആളുകൾ ഇറിറ്റേറ്റഡ് ആവുകയും പ്രൊവോക്കഡ് ആവുകയൊക്കെ ചെയ്തത്. അങ്ങനെ അതുപ്രകാരമാണ് നമ്മൾ ബിബിൻ ജോർജിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പൊ ഒരു ഫുഡ് ബ്ലോഗറാണ്, ഇൻഫ്ലുവൻസറാണ്. അതിൽ നിന്ന് ഇതിലേക്ക് വന്നു, അതിപ്പോ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് എത്തി. ശരിക്കും ചേച്ചി എന്താണ് ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ അതോ? ഞാൻ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ് ആണ്, ബ്രിട്ടീഷ് സർട്ടിഫൈഡ് ഏജന്റ് ആണ്. അപ്പൊ ഞാൻ ആ ലൈസൻസോട് കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ. അതിൽ എനിക്ക് ഇന്നും ആശങ്കയില്ല അന്നും ആശങ്കയില്ല, വളരെ സുതാര്യമായിട്ട് വളരെ സക്സസ്ഫുള്ളി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് വന്ന് ഇതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു 44 ലക്ഷം രൂപ എന്നുള്ളതിന്റെ ഒരു സത്യാവസ്ഥ കൂടെ എല്ലാവരും മനസ്സിലാക്കണം. ആദ്യം ഒരു ഏജൻസിക്ക് പുള്ളിക്കാർ കൊടുത്തതാണ്, പോകാൻ പറ്റാതായപ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്തു. അവര് 35 ദിവസം ജയിലിലായിരുന്നു. അത് ഞാൻ പിന്നീട് അറിഞ്ഞ കാര്യമാണ്. അവരെന്നെ പിന്നീട് കോൺടാക്ട് ചെയ്തതാണ്. ഈ വാർത്തയ്ക്ക് കോൺടാക്ട് ചെയ്തതാണ്. ഈ വാർത്ത വന്ന സമയത്ത് അവരെന്നെ വിളിച്ചു, അയ്യോ ഞാനാണ് അത് ആളെന്ന് പറഞ്ഞിട്ട് അവരൊരു വീഡിയോ ചാനലുകാർക്കൊക്കെ കൊടുക്കാൻ റെഡിയാണ്. എനിക്ക് തോന്നുന്ന കുറെ പേര് അതിന്റെ വിഷ്വൽസ് എടുത്തെന്ന് തോന്നുന്നു. അത് അവരുടെ ഇഷ്ടപ്രകാരം അവർ ചെയ്യട്ടെ, കാരണം അനുഭവിച്ചത് അവരായിരിക്കുമല്ലോ. ഈ 9 ലക്ഷത്തിന്റെ ഇത് ബിബിൻ ജോർജിന്റെ കഴിഞ്ഞിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഡ്രീം ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഏജൻസിക്ക് എന്ത് ചെയ്യുന്നത് 17 ലക്ഷം രൂപ അടച്ചു കൊടുത്തിട്ട് വിദേശത്തേക്ക് പോകാൻ വീണ്ടും തയ്യാറെടുക്കുന്നത്. എങ്ങനെയെങ്കിലും പോകണം, അതങ്ങനെ ആയിരിക്കും. കാരണം കുറെ പ്രസ്റ്റീജ് ഇഷ്യൂ ഉണ്ടാവും. എങ്ങനെയെങ്കിലും പോകാമെന്ന് ഓർത്ത് ഭയങ്കര ഹോപ്പിലിരിക്കുമ്പോൾ പോകാൻ പറ്റാതാകുമ്പോൾ ആ ഒരു വിഷമം ഉണ്ടല്ലോ, ആ ഒരു വിഷമത്തിലാണ് അടുത്തൊരു ഏജൻസിക്ക് ഇവർ പൈസ കൊടുക്കുന്നത്. കൊല്ലം സ്വദേശി, ഇവരുടെ സ്വദേശത്ത് തന്നെയാണ്, അതുപോലെ തന്നെ UK ആളാണ്. അവർക്ക് പൈസ കൊടുക്കുന്നു പോകാൻ വേണ്ടിയിട്ട്. അതിലും ഞാൻ ഇവരെ മാക്സിമം സഹായിക്കാനേ നിന്നിട്ടുള്ളൂ. കാരണം ഇവർക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയ സമയത്ത് ഞാൻ ഇവർക്ക് എന്താണ് IHS ഫണ്ട്, അതിനകത്ത് വ്യക്തമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ള, ഇപ്പോഴും ചാനലുകാർ വിളിക്കുമ്പം ഞാൻ എന്തുകൊണ്ടാണ് കുറേയൊക്കെ സഹകരിക്കുന്നു, കുറെ ഞാൻ സഹകരിക്കുന്നില്ല, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലുകാരുടെ മുമ്പിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ന്യായമോ നീതിയോ കിട്ടാൻ പോകുന്നുണ്ടോ? ഇല്ല. നമുക്ക് കോടതിയുടെ മുമ്പിൽ തെളിവുകൾ ആവശ്യമുള്ളൂ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എന്ന് മുതലാണോ ഇതിനകത്ത് ആയത്, ആ ഒരു സമയം തൊട്ട് എനിക്ക് എന്താണ് പറയുക, ഇത് എങ്ങനെയെങ്കിലും, കാരണം ഒരു വീഡിയോയ്ക്കകത്ത് പോലും വരാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇതെന്തായാലും ചാനൽ വഴി തന്നെ, കാരണം ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കാണും, അറസ്റ്റ് ചെയ്തു. പിന്നീടുള്ള വാർത്തകൾ ചിലപ്പോൾ അധികം ആരും കണ്ടില്ല എന്ന് വരും.
ശരിക്കും ജോൺസൺ ചേട്ടൻ ഇതിലേക്ക് വന്നപ്പോ എന്താണ് ശരിക്കും തോന്നിയത്? കാരണം ഇതിൽ ചേച്ചിയുടെ കൂടെ ശരിക്കും ഒരു പാർട്ണറായിട്ട് തന്നെ വർക്ക് എന്റെ ഹസ്ബൻഡിന് എന്റെ ഹസ്ബൻഡ് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്റെ ഹസ്ബൻഡ് സിമെന്റ് ആൻഡ് സ്റ്റീലിന്റെ ബിസിനസ്സാണ്, കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമാധാന പ്രിയനാണ് സർവോപരി. അപ്പൊ ആര്യക്ക് ഇങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് ഒരു ഏജൻസി എടുത്തു കൊടുത്ത സമയത്ത് എന്താണ്, അവർക്ക് ഇൻഷുറൻസ് അടയ്ക്കണം, IHS ചാർജ് അടയ്ക്കണം UK-ൽ. അത് പ്രകാരം ആര്യ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് എന്ത്, ഇവർ പോയി കഴിഞ്ഞ് വേറെ ആളുകൾക്ക് ഈ ഏജന്റ് വഴി പോകണം. അപ്പം ഞാൻ വഴി അവർക്ക് എന്താണ് ഓൾറെഡി ലാഗായി. അപ്പം അതിൻ്റെ ഒരു മാനസിക പിന്തുണയും കൂടിയാണ് ഞാൻ കൊടുത്തത്. എൻ്റെ ഹസ്ബൻഡ് അവരുടെ IHS അടച്ചത് ₹3,41,675 സ്പെൻഡ് ഓൺ HDFC ബാങ്ക് കാർഡ് കണ്ട UK via IHS ഓൺ കണ്ടോ. ലിങ്ക് arya.93@gmail.com ഇട്ടിട്ടുണ്ട്. ഈ സ്കിൽഡ് വർക്കർ വിസ 3 ലക്ഷത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലാണ് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്താണ്, ഇവരുടെ IHS അടച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നത്. IHS അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പൈസ തന്നു, അത് അടച്ചു കൊടുത്തു. ഇവരുടെ വിസ ഡിസിഷൻ വരുന്ന സമയത്ത് ഞാനിവിടെ ഇല്ല. ഞാൻ യൂണിവേഴ്സിറ്റി വിസിറ്റിംഗുമായി ബന്ധപ്പെട്ട് ഞാനിവിടെയാണ് ജർമ്മനിയിലാണുള്ളത്. ഈ ജർമ്മനിയിലായിരിക്കുന്ന സമയത്താണ് ഇവർക്ക് വിസ ഡിസിഷൻ വന്നത്. വിസ ഡിസിഷൻ വന്നപ്പോൾ തന്നെ ഇവർ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ വന്ന് ചേച്ചി ബാനാണ് വന്നത്, ചേച്ചി ഇത് നോക്കിയിട്ടൊന്ന് പറഞ്ഞിരുന്നു വെച്ചപ്പം എന്താണ് ആ ബാൻ ലെറ്ററിനകത്ത് എന്താണല്ലോ, ബാൻ ലെറ്റർ ഞാൻ അയച്ചു തരാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡോക്യുമെന്റ് ഫോർജറി, അതായത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് ഫേക്ക് ആയതുകൊണ്ട് 10 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, UK-ൽ എൻട്രി റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഫേക്ക് ആയിട്ടുള്ളത്? ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇത് അത് പ്രകാരം ആര്യ ഡിസിഷൻ വന്ന ദിവസം എന്നെ വിളിച്ച്, ഞാൻ ജർമ്മനിയിലായിരിക്കുമ്പോൾ വിളിച്ച് വോയിസ് അയച്ച് കരഞ്ഞതാണ്. എന്നിട്ട് എന്നോട് ആൾ ആവശ്യപ്പെടുന്നത് വീട്ടിൽ പറയല്ലേ വീട്ടിലറിഞ്ഞാൽ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞു. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണ്. ഈ ബാൻ വന്നത്, ഈ ലെറ്റർ വന്നത് പോലും പറയല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഞാൻ ചോദിച്ചാൽ ആരാ നിനക്ക് ഇത് ചെയ്തു തന്നത് എന്ന് ചോദിച്ചപ്പം ഈ പുള്ളിക്കാരി തന്നെ എനിക്ക് തന്ന നമ്പറാണ്, സുകേഷ് സാർ എന്ന് പറയുന്നത് നമ്പർ പുള്ളിക്കാരി എനിക്ക് അയച്ചു തന്നതാണ്. ഈ പുള്ളിക്കാരൻ ഇയാളാണ് സർട്ടിഫിക്കറ്റ് ചെയ്തു തന്നതെന്ന് പറഞ്ഞു. അയാളുടെ ഒരു വോയിസും കൂടെ. ഇത് നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ നിന്ന് ഫണ്ട്സ് എടുത്തു കഴിഞ്ഞിട്ട് ഒരാളുടെ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന ആളിനോട് പറഞ്ഞ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്യിപ്പിച്ചെടുത്തതാണ്. സോ സാറ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളിനെ തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞു വിട്ട് അവരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് മെയിൽസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടോ ഇല്ലയോ അത് ചെക്ക് ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്, ചെക്ക് ചെയ്ത് നോക്കാം അവിടുന്ന് മെയിൽസ് വന്നിട്ടുണ്ടോ ഇല്ലയോ. സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് എങ്ങനെ കിട്ടും? ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ വിളിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ എത്തട്ടെ നോക്കാന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഈ വിസ ചെയ്തു കൊടുത്ത വ്യക്തി, ഈ കൊല്ലം സ്വദേശി എന്നെ വിളിച്ച് പറഞ്ഞു ഇതെന്താണ് ഇങ്ങനെ, ഇനി നിങ്ങൾക്ക് ഇനി ഒരു ഹെൽപ്പ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്ക് ഫുൾ നിസ്സഹകരണമായിരുന്നു. എന്നിട്ട് അതിനുശേഷം ഈ IHS റീഫണ്ട് വന്നു. IHS റീഫണ്ട് വന്ന സമയത്ത് ഞാൻ ആര്യനോട് പറഞ്ഞു, റീഫണ്ട് ആര്യ പിറ്റേ ദിവസം വിളിച്ചുകൊണ്ടിരുന്നു, IHS റീഫണ്ട് ആയോ എന്ന് ചോദിച്ചു. ആ സമയത്തൊന്നും റീഫണ്ട് ആയിരുന്നില്ല. ഞാൻ ഹസ്ബൻഡിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവർക്ക് അയച്ചു കൊടുത്തു, IHS റീഫണ്ട് ആയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അത് റീഫണ്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ അവർ അക്കൗണ്ട് നമ്പർ ഞങ്ങൾക്ക് അയച്ചു തന്നെയാണ്. അത് പ്രകാരം ഞാൻ റീഫണ്ട് ഇനീഷ്യേറ്റഡ് എമൗണ്ടിന്റെ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. റീഫണ്ട് വന്ന സെയിം ഡേറ്റ് തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ തന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഇവർ പറഞ്ഞു മുഴുവൻ ഫണ്ട് അയക്കേണ്ട, കുറച്ച് ഫണ്ട് ഇപ്പൊ അയച്ചാൽ മതി, ബാക്കി ഞാൻ പറയാന്ന് പറഞ്ഞു. ശരിക്കും ഈ പരാതിക്കാരിയുടെ കയ്യിൽ നിന്ന് ചേച്ചി എത്ര രൂപ മേടിച്ചിട്ടുണ്ട്? മേടിക്കുക എന്ന് പറയുന്നതും ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. മേടിക്കുന്നത് ഞാൻ എൻ്റെ ഒരു പ്രോഫിറ്റ് പോലെ വാങ്ങിയെടുത്തതായിരിക്കണം. പക്ഷേ ഈ IHS എന്ന് പറയുന്നത് എന്താണ്, ഒരാളെ ഹെൽപ്പ് ചെയ്തതാണ്. റീഫണ്ട് വന്നപ്പോൾ അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ട് കൊടുത്തതാണ്. അതൊരു ലാഭേച്ഛ ഇല്ലാതെ ചെയ്ത പ്രവൃത്തിയാണ്. രണ്ടാമത് എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസ അവർ 5 ലക്ഷം എന്നൊക്കെ പറയുന്നത് 5 ലക്ഷം ഒന്നുമല്ല. അത് എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് കിട്ടിയ സമയത്ത് ആൾക്ക് ആ സമയത്ത് പൈസ പെട്ടെന്ന് ഒരു ഷോർട്ടേജ് വന്നു പൈസയുടെ. അന്ന് ബാങ്ക് എന്തൊക്കെയോ ലീവായിരുന്നു. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കാനില്ല. അത്രയും പൈസ കൊടുക്കാൻ അന്ന് അവരുടെ കയ്യിലില്ലാതിരുന്നത് കാരണം അവര് എൻ്റെ കയ്യിൽ നിന്നും അതുപോലെ ഇനി പോകാനിരിക്കുന്ന കാൻഡിഡേറ്റിന്റെ അക്കൗണ്ടിൽ നിന്നും കുറച്ച് പൈസ അവരെന്തായത് ഹെൽപ്പായിട്ട് ചോദിച്ചതാണ്. അത് ഞാൻ ഇട്ട് കൊടുത്തത് 1 ലക്ഷം രൂപ ഈ ഡ്രീംസ് ഫ്ലൈ എന്ന് പറഞ്ഞ ഏജൻസിന്റെ ഓണർക്ക് ആര്യ പറഞ്ഞത് പ്രകാരം അയച്ചു കൊടുത്തതാണ്. ഫോർ ആര്യ ഇട്ടുകൊടുത്ത ഡേറ്റ് ഇതിനകത്തുണ്ട് കേട്ടോ. ഇട്ടുകൊടുത്ത ഡേറ്റും ഉണ്ട് ഫോർ ആര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാനും ഇതെന്റെ എൻ്റെ മറ്റൊരു കാൻഡിഡേറ്റ് ആര്യനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം UK-ലേക്ക് പോകാൻ പറ്റാതിരുന്ന ആളുകളൊക്കെ കൂടെ കെയർ ഹോം പറഞ്ഞൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാൻഡിഡേറ്റ്. ആ കാൻഡിഡേറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബം പോലെ നിന്നിട്ട് ഈ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. അപ്പൊ അതിലുള്ള കാൻഡിഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ടേൺ അവർക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്നുള്ള 16ഓളം കാൻഡിഡേറ്റ് ഉണ്ട്. അതിൽ പൂർണ്ണമായിട്ട് സഹകരിച്ച് നിന്നവരുണ്ട്, അല്ലാത്തവര് ഡയറക്റ്റ് പോയിട്ട് വിപിനുമായിട്ട് ഇതാക്കിയിട്ട് കളക്ട് ചെയ്തവരുണ്ട്. അവർക്ക് ഒരു വീട്ടിലേക്ക് വരാൻ
വരാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിയെടുത്ത ആളുകളുണ്ട്. പിന്നെ കുറെ പേര് രാഷ്ട്രീയ പാർട്ടിക്കാരെ ഇടപെടുത്തി വാങ്ങിയെടുത്തവരുണ്ട്. ഇതാ ആര് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഞാൻ അയച്ചു കൊടുത്തത് പ്രകാരം ഇതാ ഒരു 99,000 രൂപ, 50,000 രൂപ, 50,000, 25,000, 50,000, 50,000, 25,000, 50,000. പിന്നെ വേറെ കാൻഡിഡേറ്റ് അയച്ചു കൊടുത്ത 1,00,000 രൂപ ഫോർ ആര്യ എന്ന് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ ഇട്ടുകൊടുത്ത പൈസ അവർക്ക് ആ സ്പോൺസർഷിപ്പ് കിട്ടാൻ നമ്മൾ ഹെൽപ്പ് ചെയ്ത ആ ഫണ്ട് മാത്രമാണ് ആര്യ റീഫണ്ട് വന്നിട്ടുള്ളത്. അത് ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രം പോയ പൈസയാണ്. അത് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓൾറെഡി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട്. വാങ്ങിയെടുത്ത് എന്ന് പറയും, മേടിച്ചു എന്ന് പറയുന്നതും നമ്മൾ ലാഭേച്ഛ ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തി തമ്മിൽ വ്യത്യാസമുണ്ട്. IHSന്റെ ഞാൻ ഫുൾ എവിഡൻസോട് കൂടിയാണ് തന്നത്. ഇനി ചിലപ്പോൾ കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ എവിഡൻസ് ഒക്കെ എനിക്ക് ചാനലുകാരെ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു പറയരുത്. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ നിരപരാധിത്വം എൻ്റെത് ഞാൻ എന്താ പറയാ കോടതി മുമ്പാകെ തന്നെ എനിക്ക് നേടിയെടുക്കാം. എനിക്ക് അതിനുള്ള ആ ഒരു തൻ്റെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് മോശമായിട്ട് കരുതിയാലും നല്ലതായിട്ട് കരുതിയാലും എനിക്ക് അതിന് തൻ്റെയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് അതിന് അറിയില്ല. എന്തൊന്നും ഒരുപാട് ഫോളോവേഴ്സ് പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഹസ്ബൻഡിനെയും കൂടി ഇതിലേക്ക് അല്ലെ പാർട്ട്ണർ ആക്കി വെച്ചത്. ഇവർ വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഞാനിത് ഫേസ് ചെയ്യുന്ന ഇവർ വിചാരിച്ചില്ല. ഇവർ വിചാരിച്ചു ഇവർ കംപ്ലൈന്റ് കൊടുത്ത് അന്ന് തൊട്ട് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എല്ലാ ഏജൻസിക്കും കൊടുത്ത പൈസ എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ അങ്ങനെ ഒരു എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിത് കൊടുക്കുന്നതായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി ഇവർ FIR ഇട്ട് കഴിഞ്ഞ ശേഷവും ഉദ്യോഗസ്ഥരും വെയിറ്റ് ചെയ്യാണ് എന്തിന് അന്വേഷണവും. അവർ നല്ല രീതിയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ എന്താണ് ഞാനും വെയിറ്റ് ചെയ്യായിരുന്നു. ഇനി എന്തെങ്കിലും ഇവർക്ക് ഈ ബിബിൻ ജോർജിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ എവിടെ എന്തെങ്കിലും കിട്ടിക്കോട്ടെ, ഞാൻ അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂടെ ഇടപെടാൻ FIR കഴിഞ്ഞ സമയത്ത് ഇവരുടെ കൂടെ ഇടപെടാൻ വേറെ കുറച്ച് ആളുകളുണ്ടായി. പെട്ടെന്നുള്ളൊരു സമ്മർദ്ദം, അതാണ് എൻ്റെ ഹസ്ബൻഡിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ അക്കൗണ്ടിൽ 17ഉം 9ഉം അത്രയും ലക്ഷം വാങ്ങിയ ആളുകൾ ആ വയനാട് ജില്ലാ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ ഉണ്ടെന്നിരിക്കെ കോഴിക്കോട് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ലല്ലോ. മണിക്കൂറുകളെ എൻ്റെ ഹസ്ബൻഡ് അവരുടെ കസ്റ്റഡിയിൽ നിന്നിട്ടുള്ളെങ്കിൽ പോലും അതിൽ പത്രത്തിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് ഞാൻ മരിക്കുന്നതിനും തുല്യമായിരുന്നു. എനിക്ക് എൻ്റെ മകളുടെ മുമ്പെന്നാണ് ഓർക്കണം. എൻ്റെ മകളുടെ ആ സമയത്തെ കണ്ണീര് എൻ്റെ ജീവിതത്തില് എനിക്ക് തീർത്താ തീരൂല എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും വലിയ സെൻസിറ്റീവ് പാർട്ടാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത്. എൻ്റെ ഒന്നുമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ 16 വയസ്സ് തൊട്ട് ഇങ്ങോട്ടേക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടുകാരെ പഠിപ്പിച്ചത്, എൻ്റെ വീട്ടുകാരുടെ പട്ടിണി മാറ്റിയത് ആ വ്യക്തിയാണ്. ഒരാളോട് തുറന്ന് സംസാരിക്കുക പോലും ചെയ്യാത്ത, എൻ്റെ സ്റ്റഡി അബ്രോഡ് രംഗത്താണെങ്കിൽ പോലും യാതൊരു ഇടപെടലും ഒന്നും നടത്താത്ത ഒരു വ്യക്തി, സൈലന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, പള്ളിയിലെ വേണ്ടപ്പെട്ട വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വെച്ചിട്ടല്ലായിരുന്നു ഇവർ കളിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇവർ ഒരിക്കലും വിചാരിച്ചില്ല ഞാനിത് ഫേസ് ചെയ്യുന്നത്. ഇവർ ഫേസ് ചെയ്യുന്ന ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ വാങ്ങുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അത് ഞാൻ പിന്നീട് അറിഞ്ഞത് ഇവർ ഓൾറെഡി ഒരു ഏജൻസിത്തെ കുട്ടീനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ജയിലിൽ കയറ്റി 35 ദിവസം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരോട് പൈസ വാങ്ങിയെടുത്തു. അതൊക്കെ കൊണ്ടാണ് പിന്നീട് ഇത് മൊത്തത്തിൽ എന്താ പറയുക ഭയങ്കര പ്രഷർ. ഇവർ ഫുൾ ഡ്രാമാറ്റിക് ആണ്. പോലീസുകാർ നല്ല വൃത്തിക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അന്വേഷണത്തോട് 100% സഹകരിച്ചത്. ഇവർ FIR ഇട്ട ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒത്തിരി തവണ പോയിട്ടുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വേണ്ട എവിഡൻസുകൾ കൊടുത്തിട്ടുണ്ട്. DYSP ഓഫീസിൽ പോയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും ഞാൻ വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. 3 രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്. ഈ 3 രാജ്യത്ത് പോകുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ പോവുകയാണ്, ഇനി എൻ്റെ പോക്ക് വേണേ മാറ്റി വെക്കണോ, അന്വേഷണവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ ഇതാ എന്നെ വാട്സപ്പിൽ കോളിൽ മാത്രമേ വിളിച്ചാൽ കിട്ടുള്ളൂ. അന്വേഷണ ഉദ്യോഗസ്ഥന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഞാൻ യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് UK-ലാണ് പോയത്. അതും ഞാൻ സാധാരണ ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യാറില്ല. ഇത്തവണ പോയപ്പോൾ ഞാൻ അത് ആക്ടിവേറ്റ് ചെയ്ത് എന്നെ വിളിച്ചാൽ ഇരിക്കരുത് എന്ന് കരുതിയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ്. ആ സമയത്ത് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 44 ലക്ഷം രൂപ എന്നുള്ളത് എൻ്റെ ഐഡിയയിലില്ല. ഞാൻ വിചാരിച്ചു ഇവർ കൊണ്ടേ കംപ്ലൈന്റ് കൊടുത്തു, ഓക്കെ, ആ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് ഈ ബിബിൻ ജോർജ് കൊടുക്കാനുള്ള പൈസയും ഇനിയിപ്പോൾ മറ്റേ അവൾ വിസ ബാൻ വന്ന സ്ഥിതിക്ക് ആ പുള്ളിക്കാരനും എന്തെങ്കിലും ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതും, പിന്നെ ഇവർ ഈ ഓസ്ട്രേലിയയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ 2 lakh അങ്ങനെ ഒരു അക്കൗണ്ടിലേക്ക് റീഫണ്ട് പോയി. ആ സമയത്തും ഞാൻ പറഞ്ഞു എന്താണ് നോക്കിയിട്ട് ചെയ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. കാരണം ഓൾറെഡി അബദ്ധം പറ്റി, പിന്നെയും അബദ്ധത്തിലേക്ക് പോകണ്ട, നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷവും ഈ ആര്യ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഒരു സ്റ്റഡി എക്സ്പോയില് സ്വീഡനിലേക്കുള്ള വിസ ചോദിച്ചിട്ട് വന്നു. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം, ഇവർക്ക് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ളത് ഇവർ ചെയ്ത് വെച്ചിട്ടുള്ള അബദ്ധങ്ങൾക്കൊക്കെ എങ്ങനെ ഞാൻ ഉത്തരവാദിയാവുന്നത്. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എൻ്റെ സെൻസിറ്റീവ് പാർട്ട് ആയതുകൊണ്ടാണ്. അതിന് ഒരു ദിവസം ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെ ഞാൻ ചാനലിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇരകളാക്കപ്പെട്ടവരുടെ കൂടെ ഞാൻ ഉണ്ടാവും, പക്ഷേങ്കിൽ ചതിച്ചവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല. കാരണം
എന്താ ഇത് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവര് അന്വേഷണ ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ അന്വേഷിക്കുന്നു. ഞാൻ അന്വേഷണത്തോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെന്ത് ചെയ്യുന്നത്, ഡ്രാമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പല സ്ഥലങ്ങളിൽ SP ക്ക് പോയിട്ട് പ്രഷർ കൊടുക്കുന്നു, എനിക്ക് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് എല്ലായിടത്തും ഡ്രാമ നടത്തുന്നു. ആ ഡ്രാമ നടത്തിയ പ്രഷറിന്റെ ഫലമായിട്ടാണ് ഈ 3,41,000 മാത്രം ട്രാൻസാക്ഷനും അത് റീഫണ്ട് കൊടുത്തതിന്റെ എവിഡൻസ് ഉണ്ടായിരിക്കെ എൻ്റെ ഹസ്ബൻഡിനെ വന്നിട്ട് പോലീസുകാർ കൂട്ടിക്കൊണ്ടുവന്നത്. അതിലെനിക്ക് തീർത്താ തീരാത്ത എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചോരയാണ് ഒഴുകുന്നത്. എൻ്റെ കണ്ണിൽ നിന്ന്, ഞാൻ ചിലപ്പോൾ ഓവർ സ്മാർട്ട് ആയിരിക്കും, എൻ്റെ ക്യാരക്ടർ അതാണ്, ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ഒന്നുമില്ലാതിരുന്ന സീറോയിൽ നിന്നാണ് ഞാൻ ഇത്രയും ഫോളോവേഴ്സിനെ സമ്പാദിച്ചതും ഒന്നുമില്ലാത്ത കുടുംബത്തിലെ കുട്ടികളെയാണ് ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതും. എൻ്റെ ഇമേജ് അതെനിക്ക് വിഷയമല്ല, എന്നെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് എൻ്റെ കൂടെ, ഒത്തിരി ആളുകൾ എനിക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന നിയമമായിട്ട് പോട്ടെ, ചാനലിലൊന്നും ഇന്റർവ്യൂ കൊടുക്കുന്നില്ല, ഒത്തിരി ചാനലുകാരെ വിളിച്ചപ്പെടും. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന്റെ വിഷമുണ്ടല്ലോ, ഇറങ്ങി വന്നപ്പോൾ മുഖത്തേക്ക് നോക്കുന്നില്ല. ആ ഒരു വിഷമം എന്ന് പറയുന്നത്, എൻ്റെ മോളെന്നോട് പറയാം, മമ്മി പോലീസുകാർ കൊണ്ടുപോയപ്പോൾ നിരപരാധിയാണല്ലോ, അപ്പൊ തന്നെ തിരിച്ചു വിടുന്ന ഞങ്ങൾ ആലോചിച്ചു. ആ രീതിയിലായിരുന്നു കൊണ്ടുപോയത്. എൻ്റെ മോള് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, ഒരു ന്യൂസ് റിപ്പോർട്ടിൽ എൻ്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ പോലീസ് സ്റ്റേഷനിലിരിക്കുന്നത് കണ്ടപ്പോ എൻ്റെ മോളെന്നോട് പറഞ്ഞതാണ്, മമ്മി നമുക്ക് ഫ്ലാറ്റിന് താഴേക്ക് ചാടി മരിച്ചാലോ. ഓക്കെ, കുറെ പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്, എല്ലാവരുടെ കാര്യങ്ങളും ഒരുപോലെ ഹെൽപ്പ് എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റില്ല. ലിമിറ്റേഷൻ ഉണ്ട്, മനുഷ്യനാണ്. ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് കരയാണ്, എങ്ങനെയെങ്കിലും ജീവിതം രക്ഷപ്പെടണം എന്നാലേക്കും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആഗ്രഹം ഉണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അത്രയും വലിയ ഉദാര മനസ്കരൊന്നല്ല തന്നെ കൂട്ടിക്കോ. പക്ഷെ വന്നിരുന്ന് കരയുമ്പോൾ എന്നെ കൊണ്ടാകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളൂ. പോയവർക്ക് എല്ലാവർക്കും എല്ലാം നന്നായി എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ മോശമായിട്ടാകണം എന്നോർത്ത് ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശക്തമായിട്ട് ഈ ഒരു വർഷത്തോളം ഞാൻ ഇതിന്റെ പുറകെ നടന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി കാൻഡിഡേറ്റിന് ഫുൾ സപ്പോർട്ട് കൊടുത്തോണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഈ പറഞ്ഞ കാൻഡിഡേറ്റിനും പരാതി കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞു, പരാതി കൊടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു, നീ വാങ്ങിയെടുക്ക്, നോക്ക്, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. അപ്പോഴും ഞാൻ ഓർക്കുന്ന വ്യാജ പരാതി കൊടുക്കുന്നു ഞാൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ലല്ലോ കൊടുക്കുന്നു. ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ്, അവരുടെ പൈസ പോയത് അവർക്ക് കിട്ടണം, സുഖമില്ലാത്തൊരു കുട്ടിയാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവര് ഇതാക്കേണ്ടി ബലിയാടാക്കേണ്ടത് എൻ്റെ കുടുംബമായിരുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അതിന്റെ വേദന അവർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ സർട്ടിഫിക്കറ്റ് ഫോർജറിന്റെ കാര്യമോ അങ്ങനത്തെ ഒരു കാര്യവും ഞാൻ ഒരിക്കലും അവർക്കെതിരെ മുമ്പോട്ട് പോകണമെന്നൊരു വിചാരിച്ചിരുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഇനി ഞാൻ അറസ്റ്റിന് ഭയക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 FIR ആണ് എനിക്കെതിരുള്ളത്. ഒന്ന് ഈ ആര്യന്റെ സഹോദരി സോഫി രാജ് കൊടുത്തിട്ടുള്ള കംപ്ലൈന്റ്, പിന്നെ എൻ്റെ കൂട്ടുകാരി ഞാനും പോയിട്ട് കൂരാച്ചുണ്ട് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു, പൈസ റീഫണ്ട് കിട്ടാൻ. അത് അക്കൗണ്ട് ഹോൾഡേഴ്സിനെ എന്നെയും പ്രതിയാക്കി പോലീസ് FIR ഇട്ടു. കാരണം ഇവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അക്കൗണ്ട് ഹോൾഡേഴ്സിനെ വിളിക്കുന്ന സമയത്ത് ഈ ആള് വന്നിട്ട് ഇതിനകത്ത് ഇടപെടും, എന്തെങ്കിലും ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ് അവിടെ നടത്തും. അതിന്റെ ഫലമായിട്ടാണ് ആ FIR എനിക്ക് വീണത് കൂരാച്ചുണ്ടിലെ. അല്ലെങ്കിൽ ഞാനും പരാതിക്കാരിയും കൊണ്ടുപോയി കൊടുത്ത ഒരു കംപ്ലൈന്റിനകത്ത് എനിക്ക് FIR വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴും ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അന്വേഷണത്തിൽ അന്നേന്റെ വീഡിയോ കണ്ട് എന്നുള്ളത് കൊണ്ട് അന്നനെ കണക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ FIR വീണ സമയത്തും ആ പരാതി കൊടുത്തിരുന്ന കുട്ടി ഞാൻ നല്ല സുഹൃത്തുക്കളാണ്, ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചതാണ്. എന്നിട്ട് ആ കുട്ടിക്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിനെ ഞാൻ പ്രഷർ ചെയ്ത് നിങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും പറഞ്ഞിട്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങി ഞാൻ കൊടുത്തതാണ്. ബാക്കി പൈസ ഇനി കിട്ടാൻ കിടക്കുകയാണ്. പക്ഷെ അവർക്ക് അതിൽ ആക്ഷേപമില്ല. അവര് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം, അതായത് ഈ കൂരാച്ചുണ്ട് പോലീസുകാർക്ക് എന്നെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരിതുണ്ട്. കാരണം ഒന്നെങ്കിൽ ചിലപ്പോൾ അത് അവരുടേതായിരിക്കും, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്തുകൊണ്ട് ഇങ്ങനെ? കാരണം ചേച്ചി ഇപ്പൊ പല സ്ഥലത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതിനൊക്കെ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ നല്ല ബലിയുടെ ആക്കേണ്ടെന്നുള്ളൊരു കാര്യം. അപ്പൊ ശരിക്കും ഇതൊരു പ്ലാൻഡ് ആണെന്ന് തോന്നുന്നു. വെൽ പ്ലാൻഡ് ആണ്. പക്ഷെ എനിക്ക് എല്ലാ കാര്യവും ഇന്ന് പറയാൻ പറ്റില്ല. ഒരു 3 വർഷം മുമ്പേ തൊട്ട് ഞാനൊരു വല്ലാത്തൊരു ഇതിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കിത് വന്നപ്പോ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാൻ ആര് വലിയൊരു വ്യക്തി ആയതുകൊണ്ടല്ല. വിസ തട്ടിപ്പ് എല്ലായിടത്തും നടക്കുന്നതാണ്. അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കേണ്ട ആവശ്യമുള്ളൂ. ചെറിയ പത്രത്തിലൊക്കെ ന്യൂസും വരാം. പക്ഷേ ഇത് മീഡിയ എടുത്ത് വലിയ ഹൈപ്പ് കൊടുക്കണമെങ്കിൽ ഇതിന്റെ പിന്നിലൊരു മാഫിയുണ്ട്. അതും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനെന്തുകൊണ്ടാണ് അവർ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നും എനിക്കറിയാം. പക്ഷെ എനിക്കത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് റൈറ്റ് ഇല്ല. അതെനിക്ക് ചെയ്യാനും പറ്റില്ല. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പലയിടത്തും ഓരോ ആർട്ടിക്കിൾ വരുന്നുണ്ട്. ഇപ്പം റീസെന്റ് വന്ന ഒരു കാര്യമാണ്, ഞാൻ കാണിച്ചു തരാം. ഏജന്റുമാരുടെ ലൈംഗികാവശ്യത്തിന് വഴങ്ങാൻ ആവശ്യപ്പെട്ടു, ഇൻഫ്ലുവൻസറുടെ വിസ തട്ടിപ്പിന് കേസ് എടുത്തു എന്നുള്ള രീതി. ശരിക്കും അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് ഞാൻ ചോദിക്കാം. ഡെഫിനറ്റ്ലി എനിക്ക് പറയാനുള്ളത്,
ഓരോരുത്തരും മുമ്പിൽ എന്താണ് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള ആവശ്യമായിട്ട് വരുന്നവരാണ്. അല്ല, അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ അങ്ങനെ ആവശ്യം മുന്നോട്ട് എപ്പോഴെങ്കിലും അന്ന ചേച്ചി അല്ല, എങ്ങനെയെങ്കിലും എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല കേട്ടോ. ഇത് ഈ ലൈംഗിക അതുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്. ആളുകൾക്ക് വിദേശത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഓക്കെ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നവരാണ്. അപ്പൊ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പ് അവിടെ ചെയ്ത് കഴിഞ്ഞ ശേഷം അവരവിടെ സാറ്റിസ്ഫൈഡ് അല്ല, അവർക്ക് അവിടെ പറഞ്ഞ രീതിയിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇറിറ്റേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ വലിയൊരു എല്ലാവരും ഈ 6 പേർ ഈ പറഞ്ഞ വ്യക്തികൾ തന്നെയാണ്. ഇതുമായിട്ട് നമുക്ക് ഇതിനെ ബന്ധപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് എന്താണ് റൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്തത്. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ട് ഇതിന്റെ പിന്നിൽ ആരാന്നുള്ളത് ഡെഫിനറ്റ്ലി മനസ്സിലായിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താന്നുള്ളതും ഡെഫിനറ്റ്ലി അറിയേണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ പറയുന്നത് തിന്നുകൊണ്ടിരിക്കുക. അതാണ് ശരിക്കും ചേച്ചിനെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയാം. ഒരു ഫുഡ് വ്ളോഗറും കൂടിയാണ്. അപ്പം ഇപ്പൊ പറയുന്നത് ഇനിയിപ്പോ എന്താണ് ജയിലിൽ പോയി തിന്നാം അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും അത് ഹസ്ബൻഡിനെയും കൂടി ഇൻക്ലൂഡഡ് ആക്കുമ്പോൾ എന്താണ് ഹസ്ബൻഡ്, മകള്, അമ്മേന്റെ വീഡിയോക്കകത്ത് എന്റെ ഫാമിലി മൊത്തം ഉണ്ട്. ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആക്റ്റീവ് ആയിരിക്കാൻ കാരണം ആ ഒരു കൊറോണ സമയത്ത് തുടങ്ങിയതാണ് ഞാൻ എൻ്റെ ചാനൽ എന്ന് പറയുന്നത്. ആ സമയത്ത് എനിക്ക് ഭയങ്കര എന്താണ് സെലിബ്രിറ്റി ആവണം, അതിനെ ഫുഡ് ഇത് എന്താണ് അൺബോക്സിങ് വീഡിയോസ് ചെയ്യണം, നമുക്ക് കുറേ ഗിഫ്റ്റ് കിട്ടും, അങ്ങനെയൊക്കെയുള്ളതിൽ അട്രാക്ഷൻ തോന്നിയിട്ടാണ് ഞാനിത് തുടങ്ങിയത്. അന്ന് എനിക്ക് ഫോളോവേഴ്സ് കുറവാണെങ്കിൽ ഞാൻ ഡെയിലി പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കുറേ പേര് എന്നെ പിന്നോട്ടാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആണ്, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, മകളെ വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് കൂടുപോലെ പൊട്ടിമുളച്ചൊരു വ്യക്തിയല്ല. വർഷങ്ങളുടെ പ്രയത്നമാണ്, എൻ്റെ പ്രയത്നമാണ്. ഡെയിലി ഒരു ഇതുമില്ലാതെ എന്താണ് ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഞാൻ ഡെയിലി വീഡിയോയിൽ അത്രയും വ്യാപൃത, അത്രയും എൻ്റെ എഫേർട്ടിൻ്റെ ഭാഗമാണ് എൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും എന്താ പറയുക കുറേ പെയ്ഡ് പ്രൊമോഷൻസ് ഒത്തിരി ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ആളുകളെ അതൊരു മിനിറ്റ് പറഞ്ഞു. ഞാൻ ഒരിക്കലും എന്താ പറയുക പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൂണുപോലെ പൊട്ടിമുളച്ചൊരു വ്യക്തിയല്ല ഈ അന്ന ഗ്രേസ് ഓസ്റ്റിൻ അല്ല അന്ന ജോൺസ് എന്ന് പറയുന്നത്. എനിക്കൊരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്. 10 പേരുള്ള കുടുംബത്തിൽ വളരെ പട്ടിണി, വളരെ കഷ്ടപ്പെട്ട് സീറോയിൽ നിന്നാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇതിനകത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് എൻ്റെ എഫേർട്ടാണ്. ഞാൻ ഈ കൊറോണ സമയത്ത് ഞാൻ കുറേ അൺബോക്സിങ് അങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് പ്രോത്സാഹനം ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നതും വളരെ ടോക്കറ്റീവായിട്ട് നിന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നതും. അന്ന് എൻ്റെ അമ്മയും അറിയുന്നവരൊക്കെ പറയായിരുന്നു എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പിടിച്ച് താഴേക്ക് ഇടുണ്ടോ എന്ന് പറയുന്നത്. പക്ഷെ അത് ഇത്തരത്തിലാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ചേച്ചി ഇപ്പോൾ മറ്റൊരു കാര്യമാണ് അന്ന ജോൺസൺ ഒളിവിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ആ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, കാരണം പേടിക്കേണ്ടവർക്കാണ് ഒളിവിൽ പോകേണ്ടതുള്ളത്. അപ്പം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ഇപ്പോഴും എൻ്റെ ഓഫീസിൽ ഇരുന്നിട്ട് എൻ്റെ വർക്ക് ചെയ്യുന്നു, എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഫോളോ അപ്പ് എടുക്കുന്നു, വരുന്ന കോളുകൾക്ക് ഒരു പരിധി വരെ ഞാൻ ആൻസർ കൊടുക്കുന്നു. ഞാൻ എവിടേക്ക് പോകാനാണ്? ഞാൻ ഡെയിലി വീഡിയോ ഇടുന്ന ഒരാളാണ്. ഡെയിലി ഞാൻ വീഡിയോ ഇടുമ്പോഴും ഞാൻ എവിടെയാണ്, ഞാൻ എന്താണ് എന്നുള്ളത് ആ വീഡിയോയ്ക്കകത്തുണ്ടാവും. എവിടെയും ഒളിഞ്ഞിരുന്നിട്ട് ഞാനൊരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. നിലവിലെ ഒളിവിലല്ല എന്നാണ് പറയുന്നത് അല്ലേ? ശരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണങ്ങൾ എങ്ങനെയാണ്? കാരണം അവർക്ക് ആദ്യം എന്നെ കിട്ടണം. ആ കിട്ടേണ്ടതിന് അവർക്ക് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായേക്കാം. ആദ്യം കിട്ടേണ്ടത് അക്കൗണ്ട് ഹോൾഡേഴ്സ്, ഈ കോടികൾ കിടക്കുന്ന അക്കൗണ്ട് ഹോൾഡേഴ്സിനെ നോക്കാതെ ഈ വീഡിയോയിൽ കണക്ട് ചെയ്തിട്ടുള്ള എന്നെ അന്വേഷിച്ച് വരണമെങ്കിൽ അതിന് പിന്നിൽ എന്താ പറയുക അവർക്ക് നല്ല സമ്മർദ്ദം ഉണ്ടാവും. അപ്പൊ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നോ? ഞാൻ ഈ അന്വേഷണം ഈ FIR വീണപ്പോ തൊട്ട് പോലീസുകാർ എന്നെ എന്തിനൊക്കെ വിളിച്ചു അതിനൊക്കെ പോയിട്ടുള്ളതാണ്. ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് വീട്ടിൽ സെർച്ച് വാറന്റ് ഇല്ലാതെ വരാനും മാത്രം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോഴും ജോൺസേട്ടൻ അറസ്റ്റിലാന്ന് കാണിക്കുന്നുണ്ട്, കുറേ വരുന്നുണ്ട്. ഇനി എന്താ പറയാ ഇനിയും പല ആളുകളും ചിലപ്പോൾ നമ്മൾ അറിയ പോലും ചെയ്യാത്ത ആളുകളൊക്കെ എന്താ പറയാ മുഖം കാണിക്കാതെ വീഡിയോ ഇടുന്നു, അങ്ങനെയൊക്കെ കുറേ വരുന്നുണ്ട്. എല്ലാവരുടെയും ആവശ്യം എന്താണ്? ചെളിവാരത്തേക്ക് ആണ്. ശരിക്കും ഇത് കാണുമ്പം ശരിക്കും എന്താണ്, ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കിടക്കുകയാണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയാം. ശരിക്കും അതിനോട് ചേച്ചി എങ്ങനെയാണ് യോജിക്കുക? ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിസാ തട്ടിപ്പ് എന്നതിനേക്കാൾ കൂടുതൽ ഇതിന്റെ പിന്നിൽ ഒരു മാഫിയാണ്. ശരിക്കും എനിക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസാ തട്ടിപ്പ് എന്ന് പറയുന്നത് പോകാൻ പറ്റാതായ ആളുകൾക്ക് പൈസ റീഫണ്ട് വാങ്ങി കൊടുക്കുന്നതാണോ വിസാ തട്ടിപ്പ്, അല്ലെ പോകാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണോ വിസാ തട്ടിപ്പ്? എന്താണ് ഇവിടെ വിസാ തട്ടിപ്പ് എന്നുള്ളത്? ഒരു വിസാ തട്ടിപ്പിന്റെ ഒരു കേസായിരുന്നെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ ഇത് പോകത്തുള്ളായിരുന്നു. കോടികൾ കട്ടിട്ട് നടക്കുന്ന ആളുകളുടേത് ഇന്ന് ചാനലിലുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. എത്ര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഓരോ പ്രശ്നങ്ങൾ വന്ന സമയത്തും ഇതാരും കൊട്ടിഘോഷിക്കാതെ എന്തുകൊണ്ട് ഈ അന്ന ജോൺസൺ അല്ലെ അന്നൂസ് ഫുട്പാത്തിന് എടുത്തിടുന്ന ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ കഥ അറിയണമെങ്കിൽ 3 വർഷം മുമ്പേ പോകണം. സാധാരണ ഒരു വിസ അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് അല്ലെ സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാർത്താ പേജിൽ ഒരു കോളത്തിൽ ഒതുങ്ങി പോകുന്നതാണ്.
പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു വാർത്ത മാത്രം എല്ലാ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റി അറിയില്ല. എന്തുകൊണ്ടാണ് ചാനലുകാർ എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നതിനെ പറ്റി അതൊക്കെ അറിയണമെങ്കിൽ ഒരു 3 വർഷം മുമ്പേ പോകണം. അതെനിക്കിപ്പോൾ പറയാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മുന്നോട്ട് വരിക, ഇതിൽ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വന്നേക്കാം, വരാതിരിക്കാം ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ കേസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവർ വിട്ട ആളുകൾക്ക് കുറച്ച് പേർക്ക് ജോലി ഇല്ലാതായിട്ടുണ്ട്. ഓൾറെഡി ഞാൻ അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാം. അവരവിടെ ഇപ്പോൾ സേഫ് ആണ്, എനിക്ക് ആവുന്നത്ര പേരെ ഞാൻ സേഫ് ആക്കി. എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അവരോട് ആ സമയം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം, എൻ്റെ കൂടെ നിൽക്കുമോ. പലർക്കും പല തടസ്സങ്ങളുണ്ട്. അവരോട് ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പൈസ കിട്ടാൻ വേണ്ടി അവർ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ വാങ്ങിക്കൊടുക്കാൻ നല്ല വാങ്ങാൻ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ കേസുകൾ എന്തായാലും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തട്ടെ. സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇപ്പം ചേച്ചിയുടെ ഫോളോവേഴ്സ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ജനങ്ങൾ ഒന്നോടെ കാത്തിരിക്കണം. കാരണം ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്ന് അറിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തെളിയിക്കട്ടെ എന്ന് ഞാൻ പറയാണ്. താങ്ക് യു. താങ്ക്സ്.